MSF നേതാവ് PK നവാസ് ഇപ്പോൾ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിൽ. PK നവാസ്, ഇപ്പോൾ സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ വാർത്തയോടെ എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മൾ സാധാരണ പറയാറുണ്ട്, വൈകിയെത്തുന്ന നീതിയും അനീതിയാണ് എന്നാണ് പറയാറ്. 2023 ഓഗസ്റ്റ് മാസത്തിൽ നൽകിയിട്ടുള്ള പരാതിയും വെളിപ്പെടുത്തലുകളും കാര്യങ്ങളുമാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ഒരു നടപടിയിലേക്ക് പോകുന്നു. അത് ഏത് ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ ഭരണകൂടത്തിനോ ഒഴിഞ്ഞു മാറാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ട ശേഷമുള്ള ഒരു ഒളിച്ചോട്ടം യഥാർത്ഥത്തിൽ ഇതിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, ഇത് നമ്മൾ കണ്ടതോ കേട്ടതോ അല്ല. അതിനപ്പുറത്തേക്ക് വലിയ ഗൂഢാലോചനകൾ, വലിയ തരത്തിൽ ഇടപെടലുകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങൾ പുറത്തേക്ക് വരേണ്ടതാണ്. എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ രാഷ്ട്രീയമായ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി തീരുമാനിച്ചു വന്നത് സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിൽ മാത്രം നിൽക്കുന്നതല്ല, ഇനി എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന വാർത്തകൾ പുറത്തു വരണം. ഉത്തരവ് നമ്മൾ കാത്തിരിക്കുകയാണ് നവാസ്. നമുക്ക് നോക്കാം. വളരെ നന്ദി പ്രതികരിച്ചതിന്.